ചോദ്യപേപ്പർ ചോർച്ച കേസിൽ മുൻകൂർ ജാമ്യം നിഷേധിക്കപ്പെട്ടതോടെ MS സൊല്യൂഷൻ CEO മുഹമ്മദ് ഷുഹൈബിനായി അന്വേഷണം ഊർജിതമാക്കി ക്രൈംബ്രാഞ്ച്. നോട്ടീസ് നൽകിയിട്ടും ഹാജരാകാതിരുന്ന MS സൊല്യൂഷൻസിലെ 2 അധ്യാപകർക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഷുഹൈബിന്റെ അഭിഭാഷകർ ഉടൻ ഹൈക്കോടതിയെ സമീപിക്കും. അഭിജിത്ത് മുഴക്കുന്നുണ്ട് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി. അഭിജിത്ത്, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, കഴിഞ്ഞ ദിവസമാണ് MS സൊല്യൂഷൻ CEO ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതി നിഷേധിച്ചത്. ഇതിന് പിന്നാലെ ഇയാൾക്കായുള്ള തെരച്ചിൽ ക്രൈംബ്രാഞ്ച് ഊർജിതമാക്കിയിരുന്നു. ഇയാളുടെ വീട്ടിലെത്തി ഇയാളുടെ പിതാവുമായി ബന്ധപ്പെടാൻ ക്രൈംബ്രാഞ്ച് സംഘം ശ്രമിച്ചു. പക്ഷേ പിതാവും ഒളിവിലാണ് എന്നുള്ളതാണ് നിലവിൽ ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ ഈ MS സൊല്യൂഷനിലെ 2 അധ്യാപകരെയും ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നതിനായി നോട്ടീസ് നൽകി വിളിപ്പിച്ചിരുന്നു. പക്ഷേ അവരും ഹാജരായിട്ടില്ല. ഇവർക്ക് വേണ്ടിയുള്ള അന്വേഷണവും തെരച്ചിലും ക്രൈംബ്രാഞ്ച് ഊർജിതമായി നടത്തുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങളിലേക്ക് ക്രൈംബ്രാഞ്ചിന് എത്തണമെങ്കിൽ ഷുഹൈബിനെ കസ്റ്റഡിയിൽ എടുക്കേണ്ടതുണ്ട്, ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അതുകൂടി പരിഗണിച്ചാണ്, ഈ വാദം പരിഗണിച്ചാണ് ഇയാളുടെ മുൻകൂർ ജാമ്യാപേക്ഷ നേരത്തെ കോടതി നിഷേധിച്ചത്. ഏതായാലും ഇതിനെതിരെ ഹൈക്കോടതിയിലേക്ക് പോകുമെന്നുള്ള കാര്യം ഷുഹൈബിന്റെ അഭിഭാഷകൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അത് ഉടൻ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അഭിജിത്ത് മുഴക്കുന്നാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.